ഹായ്, ഞാൻ ഇന്ന് ജർമ്മനിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജർമ്മനിയിലുള്ള ഫ്രീ എഡ്യൂക്കേഷനെ കുറിച്ച്. ഇപ്പോൾ ജർമ്മനിയിൽ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വരുന്നത്. അതായത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഒന്ന് നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, രണ്ടാമത് നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ് ഒരു സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് ട്യൂഷൻ ഫീസ് ഉണ്ടാവില്ല. പക്ഷേ അവർക്കൊരു കോൺട്രിബ്യൂഷൻ ഫീസായിട്ട് ഇന്ത്യൻ മണിയിൽ ഒരു 30,000 to 50,000 ഒരു സെം ഫീ പോലെ അവിടുന്ന് കൊടുക്കേണ്ടി വരും. അതേസമയം പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലാണ് സ്റ്റുഡൻറ്റ് പോകുന്നതെങ്കിൽ അവർക്ക് അവിടെ ട്യൂഷൻ ഫീസ് ഉണ്ട്. അവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് ഫൗണ്ടേഷനായിട്ട് ചില യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീസ് അതർ കൺട്രീസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു അപ്രോക്സിമേറ്റ് 10 lakhs തൊട്ട് ഒരു 13 lakhs വരെയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. ഞാനിത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം മാൻഡറ്ററി ആണ്, ജർമ്മൻ ലാംഗ്വേജ് വേണം. കാരണം BSc നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് എന്തായാലും ലാംഗ്വേജ് വേണം. കാരണം അവർ പേഷ്യൻസായിട്ട് ഡോക്ടേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ലാംഗ്വേജ് മാൻഡറ്ററി ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ BSc നഴ്സിംഗ് എന്നും പറഞ്ഞ പ്രോഗ്രാംസ് കുറവാണ്. അതിന് പകരം അവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അവർക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഓസ്ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഓസ്ബിൽഡിംഗ് എന്ന് പറയുന്നത് അതൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ പോകുന്നതല്ല. അതൊരു ഓൺ ജോബ് ട്രെയിനിങ് ആണ്. അതായത് എംപ്ലോയർ സ്റ്റുഡൻറ്റിനെ എടുക്കുന്നു, ജോബ് കൊടുക്കുന്നു. ആ ജോബിൽ തന്നെ അവർക്ക് തിയറി ക്ലാസ്സസും ആഴ്ചയിൽ 1-2 ദിവസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഓസ്ബിൽഡിംഗ്. ശരിക്കും അതൊരു ഡിഗ്രി കോഴ്സേ അല്ല, അത് ജസ്റ്റ് ഒരു ഡിപ്ലോമ എന്ന് പറയാം, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്. അതായത് നമ്മുടെ നാട്ടിലെ ITI കോഴ്സ് പോലുള്ളൊരു കോഴ്സാണ്. പിന്നെ ഈ ഓസ്ബിൽഡിംഗ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി ഇപ്പം +2 കഴിഞ്ഞ് സയൻസ് എടുത്ത് ഇപ്പം BSc നഴ്സിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവർ ഓസ്ബിൽഡിങ്ങിൽ പോകുമ്പം ഒരു പ്രോപ്പർ ഒരു BSc നഴ്സിങ്ങിൻ്റെ അല്ല, അവർ ജസ്റ്റ് നഴ്സിങ്ങിൽ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും അവിടെ ജോബ് ചെയ്യുന്നത്. അതായത് ഒരു ഹെഡ് നേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് അവിടെ ജോബ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ തിയറിയും കൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ടൊക്കെ അവർക്ക് അവിടെ ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ കോഴ്സ് ചിലപ്പോൾ ഒരു 2 years കൊണ്ട് കംപ്ലീറ്റ് ആവും. പക്ഷേ അവിടെ ഒരു 4 years ഒക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയ ശേഷം മാത്രമേ ഒരു രജിസ്റ്റേർഡ് നേഴ്സിനായിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ട് വേറെയും കോഴ്സസ് ഉണ്ട്. ഈ പറഞ്ഞ BSc നഴ്സിംഗ് ആണെങ്കിൽ B2 വരെ സ്റ്റുഡൻസ് പഠിക്കേണ്ടി വരും ജർമ്മൻ ലാംഗ്വേജ്. അത് ഓൾമോസ്റ്റ് ഒരു 1 year എടുക്കും. കാരണം നമ്മൾ ജസ്റ്റ് പഠിച്ചാൽ പോരാ, ഗോയിത്തെ എക്സാം എഴുതി നമ്മൾ പാസ്സാവണം. ആ പാസ്സാകുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രമേ അവർക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. ഇനിയും അതുപോലെ തന്നെ അവർക്ക് ടെക്നിക്കലി സ്കിൽഡ് ജോബ്സ് ആണ് നോക്കുന്നതെങ്കിൽ ഇപ്പം അവർക്ക് എഞ്ചിനീയറിംഗ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ കോഴ്സസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഡിപ്ലോമ ആണെങ്കിൽ അവർക്കൊരു 2 years കോഴ്സൊക്കെ ഉണ്ടാവും. അതും ഈ പറഞ്ഞ പോലെ എംപ്ലോയർ ആണ് എടുക്കുന്നത്. ആ എംപ്ലോയർ അവർക്ക് ജോബ് കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടുന്നുണ്ട്. ഒരു പല ഏജൻസീസും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 1.5 lakhs ഒക്കെ അവർക്ക് കിട്ടുമെന്നുള്ളത്. 1.5 lakhs ഒരു പക്ഷേ അവർക്കൊരു ജോബിൽ കിട്ടുന്നത് വലിയ കാര്യമായിരിക്കാം. പക്ഷേ അവരുടെ അക്കമഡേഷൻ, അവരുടെ ഫുഡ്, അവിടുത്തെ ടാക്സ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ 1.5 ഒന്നും അവർക്ക് കിട്ടില്ല. എല്ലാം കഴിഞ്ഞ് അവരുടെ കയ്യിൽ ഒരു 40,000 rupees അവർക്ക് കയ്യിൽ കിട്ടും. പിന്നെ ഇതിന് കൂടുതൽ ആൾക്കാർ ഈ ഓസ്ബിൽഡിങ്ങിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്മൾ ഏത് ഏജൻസിയാണോ സമീപിക്കുന്നത് ആ ഏജൻസിക്ക് ഓരോ ചാർജസ് ഉണ്ടാവും. അപ്പോൾ ആ ഏജൻസി ചിലപ്പം 3 lakhs വാങ്ങാം, വിത്ത് ടിക്കറ്റ് 3 lakhs വാങ്ങുന്നവരുണ്ട്, 2 lakhs വാങ്ങുന്നവരുണ്ട്, ഈവൻ 5 lakhs വരെ വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ചിലപ്പോൾ ജർമ്മൻ ലാംഗ്വേജും കൂടെ പഠിപ്പിച്ച് പ്ലസ് പ്രോസസ്സിംഗ് എന്നും പറഞ്ഞ് അവർ ചിലപ്പോൾ ഒരു 4 to 5 lakhs ഒക്കെ വാങ്ങും. ഇത് ശരിക്കുമുള്ള ഒരു നഴ്സിംഗ് പ്രോഗ്രാം അല്ല. BSc നഴ്സുകാരാണ് നോക്കുന്നതെങ്കിൽ. നിങ്ങൾക്കല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് +2 വെച്ചിട്ട് ഒരു BSc നഴ്സിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 13 years ഓഫ് എഡ്യൂക്കേഷൻ മസ്റ്റാണ്. 70% മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അതുപോലെ ലാക്സ് ഓഫ് ആപ്ലിക്കേഷൻസ് വരുന്നത് കൊണ്ടും നമുക്കൊരു ഷുവർട്ടി പറയാൻ പറ്റില്ല നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്ന്. അതേസമയം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതാണ് ജർമ്മനിയുടെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ളൊരു ഫാക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.